ഈ തിരനോട്ടത്തിലേക്ക് എത്തുന്നത്? ആ ഒരു കോൺസെപ്റ്റ്, കഥ അങ്ങനെയല്ല, കഥയൊന്നും എൻ്റെ ശരിക്കും ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ ആദ്യം കഥയെല്ലാം സിനിമയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ല, തെറി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പൊ അശോകാണ് അതിന്റെ മെയിൻ ആയിട്ട്. പിന്നെ പകുതി വഴിച്ച് അറിയാമല്ലോ, ശശി, നമ്മൾ അശ്വതി തിരുനാൾ, അദ്ദേഹം രണ്ടുപേരും കൂടെ, അശോകും ശശിയും കൂടെ ആണ് ഡയറക്റ്റ് ചെയ്തത്. പകുതി വഴി വെച്ചിട്ട് ശശി അത് ഇട്ടിട്ട് പോയി. അശോക് പിന്നെ ബാക്കി ഇത് കൊണ്ടുപോകുന്ന തലയെടുത്ത് നമ്മുടെയൊക്കെ ആയി. അപ്പം പിന്നാണ് തിരുവങ്കടം മുതലാളി എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അത് തീർത്തത്. ഞങ്ങളുടെയൊക്കെ ഒരു ശരിക്കും ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്നത് തിരുവങ്കടം മുതലാളിയാണ്, അവിടുത്തെ. അപ്പം അല്ല, പ്രിയൻചേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കഥ പറഞ്ഞിട്ടുണ്ട്. അതെ, അദ്ദേഹത്തെ പ്രിയൻചേട്ടനെ കൊണ്ട് ഈ സംവിധാനം ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് സമയം പ്രിയൻചേട്ടൻ സ്ക്രിപ്റ്റ് കേട്ടെന്നല്ലേ എന്ന് പറഞ്ഞിരുന്നു. അതെ, അത് പൂച്ചയ്ക്കൊരു മൂത്തി തിരുനോട്ടത്തിന് സ്ക്രിപ്റ്റ് ചെയ്തു. അന്ന് പിന്നെ അതെ, തിരുനോട്ടം ഞാനല്ല ശരിക്കും, അതിനു മുമ്പ് പ്രിയൻ 2-3 സ്ക്രിപ്റ്റ് ചെയ്തു. പൂച്ചക്കരി മൂക്കത്തേക്ക് മുമ്പ് അരോമ മണിച്ചേട്ടൻ 2-3 പടം ചെയ്തു. 2 പടം, കുയിലിനെ തേടി, എങ്ങനെ എന്റെ കളിത്തോഴൻ, എല്ലാ സിനിമകളും സക്സസ്ഫുൾ ആയിട്ട്. അതെ അതെ. അപ്പൊ ആ പുള്ളി അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രിയൻ നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ശശികുമാർ സാറിനെ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാം, അതിനുള്ള പൈസ എന്താണെന്ന് വെച്ചാൽ വേറെ തരാമെന്ന്. പക്ഷേ നമ്മളൊരു ഒറ്റ പിടിയിൽ നിന്നാണ് പ്രിയൻ്റെ അടുത്ത്, പ്രിയൻ തന്നെ വേണം, ഞങ്ങളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മളന്ന് പ്രിയൻ തന്നെ പറ്റൂന്ന് പറഞ്ഞിട്ട് ഒരു വാശി പിടിച്ചിട്ടാണ് അന്ന്. അത് ആദ്യത്തെ സിനിമയായിരുന്നു പ്രിയൻ്റെ, അതിൽ ഞാനാണ് അഭിനയിച്ചത്. അപ്പോൾ പ്രിയൻ ഈയിടെ പറഞ്ഞു, പ്രിയൻ്റെ 100th ഫിലിം, 3 സിനിമയും കൂടെ കഴിഞ്ഞാൽ 100th ഫിലിമാവും, അതിലും ഞാൻ തന്നെ ആകണം നായകൻ എന്നാണ്. അപ്പോൾ അത് ഒരു വലിയ ട്രാവൽ, 100 സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമല്ല. സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ലോകത്തിലൊരു ചരിത്രമായിരിക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ആദ്യത്തെ സിനിമയിൽ 100 ഒരേ ആക്ടർ അഭിനയിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഉണ്ടായി കാണില്ല, ആർക്കും ഉണ്ടായി കാണുന്നില്ല. പക്ഷേ അനുഗ്രഹിക്കണേ എന്ന് പറയാനേ നമുക്ക്. എനിക്കതുപോലെ പെട്ടെന്ന് പറയാൻ, അതും ഒരു ആക്ടർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പിൽക്കാലത്ത് എന്നെ ആദ്യം ഈ ക്ലാപ്പ് അടിച്ചെന്ന് പറയുന്ന ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. അതൊരു 2C ക്യാമറയാണ്. അത് ഞാൻ പോയിട്ട് വേറെ 2C കൊടുത്തിട്ട് ഞാൻ KSFDCന്ന് വാങ്ങിച്ചു. അതവിടെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു, അതിനെ ഞാൻ എല്ലാം ചെയ്ത് വാങ്ങിച്ചു. പിന്നെ എൻ്റെ അറിയപ്പെടാൻ തുടങ്ങിയത് മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കലാണ്. അപ്പോൾ ആ സിനിമയുടെ ക്യാമറയും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ആദ്യം എൻ്റെ മുഖത്ത് ഒരു വെച്ച ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വേറൊരു ആക്ടറിന് അത് സാധിക്കാൻ ഉണ്ടോയെന്ന് അറിയില്ല. അയാളുടെ ഒരു കളക്ഷനിൽ നമ്മുടെ ആദ്യത്തെ ഷോട്ട് എടുത്ത ക്യാമറ എന്ന് പറയുന്നതൊക്കെ, അതുപോലെ ഇയാളെ ഞാൻ ആദ്യം ക്ലാപ്പ് അടിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് വാങ്ങിക്കാൻ പോവാണ്. നമുക്കൊരു ഒരു മലയാള സിനിമയുടെ മ്യൂസിയം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിൽ ഒരു സ്ഥലത്തിരുത്താം. മറ്റേ ക്യാമറയുമായി മദ്രാസിൽ പോയ കഥയോ? വീട്ടിൽ കയറാൻ വിഷമിച്ചിടന്നൊരു കാലമല്ലേ എന്നത് പ്രിയൻചേട്ടൻ പറഞ്ഞു, തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. അത് ആ കരയെ തൊടാതെ ഇലയോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സുരേഷിൻ്റെ ഒരു അമ്മാവനും കൂടെ ചേർന്നാണ് എടുത്തത്. അപ്പം അത് വഴിയിലായിപ്പോയി, പടം തീർന്ന്. അതല്ലേ പറഞ്ഞ പ്രിയം പറഞ്ഞത് നേരത്തെ, നമ്മൾ കര തൊട്ടുമില്ല, നമ്മൾ വെള്ളത്തിലുമായിപ്പോയി, കരയെ തൊടാതെ ഇലയോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാൻ പറ്റാത്ത ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം പിന്നെ അവസാനം അമ്മ വിളിച്ച് എൻ്റെ അമ്മാവൻ്റെ അടുത്ത്, മദ്രാസിലെ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കയറ്റിവിടണമെന്ന് പറഞ്ഞിട്ട് സ്വാമീസ് ലോഡ്ജിൽ വന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത്, അതുവരെ സ്വാമിയുടെ ഒരു ദയാദാക്ഷിണ്യത്തിൽ ചാപ്പാടുമൊക്കെ കഴിച്ച് അവിടെ മുറി കിടക്കുകയായിരുന്നു. അങ്ങനെ ബില്ലുമൊക്കെ സെറ്റിൽ ചെയ്ത് എന്നെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ്, സിനിമയൊക്കെ ഇനിയും ഉണ്ടാക്കാം, നീ ആദ്യം BCom പരീക്ഷ എഴുതി തീർക്കാൻ പറഞ്ഞു, അത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ. എൻ്റെ അടുത്തും എൻ്റെ ഫാദർ ഇതേപോലെയാണ് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ ഒരു സക്സസ് എന്ന് അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഒരു തരത്തിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് ഞാൻ എന്നെ കണ്ടിരുന്നതും എൻ്റെ കുടുംബക്കാരും ഇവരൊക്കെ കണ്ടിരുന്നത് ആയിരിക്കാം. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു അന്ന് എന്താണ് ഒരു ഡിഗ്രി പാസ്സാകുക, സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ജോലി കിട്ടുക ഒക്കെയാണ് അന്നത്തെ. എന്തായാലും ഡോക്ടറാകുക, എഞ്ചിനീയർ ആകാനൊന്നും പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് എഴുതിയിട്ട് നമ്മൾ, പക്ഷെ അത്യത്ഭുതമായിട്ട് അത് പാസ്സായി എന്നുള്ളത്. പക്ഷെ അത് ആ റിസൾട്ട് അറിയുന്ന ഞാൻ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളുടെ സെറ്റിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 2-3 വർഷം മുമ്പാണ് ഞാനത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട്, എൻ്റെ സുഹൃത്തായ സനിൽകുമാറുണ്ട്, അത് വലിയൊരു പ്രക്രിയയായിരുന്നു കണ്ടുപിടിക്കാൻ. പക്ഷേ അത് ആൾക്കാരൊരു വലിയ ചലഞ്ച് പോലെ എടുത്ത് അത് കണ്ടുപിടിച്ച്, എന്തായാലും നീ ചിലപ്പോൾ ഇയാൾ ചോദിക്കും, നീ ശരിക്കും ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാവുന്ന ഒരു സാധനമായിട്ട് മാറ്റി. ഈ ഓണക്കാലമാണ്, നമ്മൾ ഓണാഘോഷമാണ്.
അന്നത്തെ ഒരു ഓണം കഥ ഇങ്ങനെ വായിച്ചു കേട്ടുള്ളതാണ്. ഒരു ആശുപത്രിയിൽ കഴിഞ്ഞൊരു ഓണം. അതെ, അതിന്റെ വില്ലൻ ഞാനാ. ആ. അതായത് സുരേഷന്റെ കൂടെ വന്നിരുന്നു. ഞാനും നീയും കൂടെ തന്നെ പോയിട്ട് അവിടെ അപ്പൊ എന്താണെന്ന് വെച്ചാല് ലാലിന് ആ സമയത്ത് നമ്മുടെ ഈ ബൈക്ക് കരയെ ഓടിച്ചിട്ട് തൊടാതെ അലകൾ എന്ന് പറഞ്ഞ പടത്തിന്റെ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ ലാൽ ഒരു കാസറ്റ് വാങ്ങിക്കാൻ പോയി. ആ കാസറ്റ് നമ്മള് ബൈക്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നസീർ എന്ന് പറഞ്ഞിട്ട്, നസീറിന്റെ ബൈക്കിൽ ലാൽ ഓടിച്ച് നസീറും ലാലും കൂടെ കാസറ്റ്, അന്ന് ചെറിയ കാസറ്റാണ്, അത് വാങ്ങിക്കാൻ പോണ വഴിക്ക് നവോദയയുടെ വണ്ടി പോകുന്നുണ്ടായിരുന്നു. ആ വണ്ടി അപ്പം അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതിൻ്റെ കൂടെ പോയി അതിൻ്റെ സൈഡിലെങ്ങാണ്ട് തട്ടിയിട്ട് കാലിലെ ചെറുവരൽ പൊട്ടി. അങ്ങനെ അവരുടെ വണ്ടി തന്നെ കൊണ്ടുപോയിടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് പറ്റിയത്. അവരുടെ ആ ഫുഡ് റെസ്റ്റില് അതിൽ ചെറിയ അന്ന് ഷൂസൊന്നും ഇല്ലല്ലോ, ചെരുപ്പല്ലായിരുന്നു. ഇപ്പം ചെറിയ വിരൽ കൊണ്ടിട്ട് വിരലങ്ങ് പറഞ്ഞു പോയി. അങ്ങനെ പാരീസിൽ നാഷണൽ ഹോസ്പിറ്റൽ, പാരീസിൽ അവിടെ അല്ല, മദ്രാസിലെ പാരീസിലെ നാഷണൽ ഹോസ്പിറ്റൽ, അവിടെ കിടക്കായിരുന്നു. അപ്പം അന്ന് തിരുവോണത്തിൻ്റെ അന്ന് വേറൊരു കുഴപ്പമില്ല. അപ്പം പ്രിയൻ്റെ ഒരു ബന്ധുവുണ്ട് നന്ദനത്ത് താമസിക്കുന്നത്. അപ്പം ഞാനും പ്രിയനും കൂടെ അവിടെ പോയി, ഞങ്ങൾ പറഞ്ഞു അവിടെ പോയിട്ട് അപ്പോൾ പോകുന്ന നേരത്ത് ലാലു പറഞ്ഞു പായസം കൊണ്ടുവരണം. ഞങ്ങളെല്ലാം എഗ്രി ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അതൊരു സാധാരണ ഒരു ഹോസ്പിറ്റലാണ് അല്ലേ? നമുക്ക് അന്ന് അതല്ലേ പറ്റുള്ളൂ. വേറെ അവിടുന്ന് അവിടെ പോയി ഞങ്ങൾ നല്ല സുഖമായിട്ട് ഊണൊക്കെ കഴിച്ച്, എന്തുകൊണ്ടാണ് പായസം നമ്മളെ കൊണ്ടുവരാൻ മറന്നുപോയതാണ്. അതെ, മറന്നുപോയതാണ്. ചോദിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വന്നെങ്കിൽ നിൽക്കുന്നു പായസം അല്ല, അവിടെ എല്ലാം തീർന്നു പോയി. നമ്മൾ അവിടെ ചെന്നപ്പോ അങ്ങനെ ഒരു പട്ടിണി. അങ്ങനെ അന്ന് ആ കിരീട ഉണ്ണി ഉണ്ടായിരുന്നു ലാലിൻ്റെ കൂടെ ഇരിക്കുന്നത്. കറക്റ്റ്, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സോ അങ്ങനെ അങ്ങനത്തെ ഒരു ഓണം അത് മറക്കാൻ പറ്റാത്ത ഓണമാണ്. അല്ല, സിനിമയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകാതിരിക്കാൻ പറയണം. പ്രിയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒരു കാര്യം കൂടെ ഈ വളരെ അടുത്ത കാലത്ത് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയനൊരു റൈറ്ററായി മാറുകയും സിനിമയിലേക്ക് ആകൃഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് MT സാറിൻ്റെ കഥകൾ വായിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓളവും തീരവും ഇപ്പോൾ ഈയിടെ ചെയ്തു. അതെ, അത് വായിച്ചിട്ടാണ് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് നാൾ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നെങ്കിലും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലാൽ എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും ലാൽ അദ്ദേഹത്തിനോട് പിണങ്ങുകയും വരെ ചെയ്തു. എനിക്ക് എഴുതി തരാം. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു 2 പ്രാവശ്യം അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛന് സുഖമില്ലാതായി. അപ്പം പുള്ളി പറഞ്ഞു അച്ഛനല്ലേ വലുത്, സിനിമ നമുക്ക് നാളെ എടുക്കാമല്ലോ എന്ന് ഞാൻ പോവുകയും പിന്നെ അത് പ്രോജക്റ്റ് നടക്കാതായി. അങ്ങനെ ഇരുന്നിരുന്ന് ഈ ഇടയ്ക്ക് ഈ സിനിമ ഇതായി കഴിഞ്ഞ് ഓളവും തീരത്തിന് നല്ല അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ 40 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടെ കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു കരിയർ തുടങ്ങി, അത് വളർന്നു, അത് പൂത്ത് പന്തലിച്ചു. ഇനിയിപ്പം അത് എത്ര കാലം അതുപോലെ പൂക്കളോടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ ഇൻസ്പിറേഷനാണ് കരയെ തൊടാതെ ഇലകളുടെ സ്ക്രിപ്റ്റ്. എക്സാക്ട്ലി, അതിന്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അതായിരുന്നു അന്നേ പ്രിയന്റെ മനസ്സിൽ അതാണ്. പക്ഷെ അത് കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇത് അങ്ങോട്ട് മാറ്റിയെന്നുള്ളേ ഉള്ളൂ, കടലായെന്നുള്ളേ ഉള്ളൂ. അന്ന് മുതലേ ഇത്തരം ഒരു കഥ വേറൊരു കഥയിലേക്ക് മാറ്റാൻ തൽപരനായിരുന്നു. അത് ശരിയാണ്. അങ്ങനെ വേണ്ടേ? അല്ലാതെ ലോകത്ത് കുറച്ച് കഥകളല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, അത് പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറിയനായ അച്ഛന്റെ പുസ്തകശേഖരം അല്ലേ? അതെ, അതൊക്കെ ഉണ്ട്. അതെ, അതിൽ നിന്നൊക്കെ നമ്മളെ ഇൻസ്പയർഡ് ആയത് അത് തീർച്ചയായിട്ടും അതായിരുന്നു. പല ഇപ്പോൾ അവർ പറയും അതിൽ നിന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതുമായിട്ട് തോന്നാത്ത തരത്തിലൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മറ്റേതൊരു റീമേക്കാണ്. അങ്ങനെയല്ലല്ലോ. ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അതിനെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. എല്ലാത്തിലും അതിലുണ്ടല്ലോ. ഇപ്പോൾ നൃത്തമായാലും അഭിനയത്തിലായാലും സംഗീതത്തിലും ഒക്കെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നുണ്ടാവും. അതിൽ നിന്നല്ലേ ഒരു ക്രിയേറ്റിവിറ്റി.